ഒരു 5 വർഷം മുന്നേ വാട്സപ്പ് ഒരു പരിപാടി ചെയ്തായിരുന്നു. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതായത് നമ്മുടെ വാട്സപ്പിൻ്റെ അകത്ത് പ്രൊഫൈൽ പിക്ചർ എടുത്തിട്ട് നമുക്കിത് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ അതിനെ വാട്സപ്പ് സെക്യൂരിറ്റി ഫീച്ചർ എന്ന് പറഞ്ഞ് എടുത്ത് കളഞ്ഞു. പക്ഷേ അതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എന്നാലും നമുക്ക് പ്രൊഫൈൽ പിക്ചർ എടുത്തതിന് ശേഷം സ്ക്രീൻഷോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പ്രൊഫൈൽ പിക്ചർ കിട്ടും. ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റിൽ നിങ്ങൾക്ക് ഒരു മനുഷ്യരുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെയും അല്ലെങ്കിൽ അറിഞ്ഞൂടാത്തവരുടെയും ഒന്നും പ്രൊഫൈൽ പിക്ചർ സ്ക്രീൻഷോട്ട് ചെയ്യാൻ പറ്റില്ല. വേറൊരു ഫോൺ വെച്ചിട്ട് നമുക്ക് ആ ഫോണിൻ്റെ ഫോട്ടോ എടുക്കാം, സ്ക്രീൻഷോട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. രണ്ടാമത് വരുന്ന മേജർ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്ററിൻ്റെ UI മൊത്തത്തിൽ മാറാൻ പോകും. അതായത് നമ്മൾ സ്റ്റോറി ഇടുന്ന ഭാഗമില്ലേ, അവിടെ തന്നെയാണ് ഇനി നമ്മുടെ ചാനലും ബാക്കിയുള്ള പരിപാടികളൊക്കെ വരുന്നത്. ഇതിൻ്റെ ഒരു UI മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. എൻ്റെ വാട്സപ്പിൽ ആക്ച്വലി ആ പുതിയ UI കിട്ടിയിട്ടുണ്ട്. ഞാൻ ബീറ്റ യൂസർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് പുതിയ UI കിട്ടിയിട്ടുണ്ട്. അതായത് മേളിലായിട്ട് നമുക്ക് ആഡ് സ്റ്റാറ്റസ് വന്ന് വരും, എന്നിട്ട് തൊട്ട് താഴെയായിട്ട് നമുക്ക് ചാനൽസ് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറേ പരിപാടി. എന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വാട്സപ്പ് കൂടുതലായിട്ട് വാട്സപ്പിൻ്റെ അകത്തുള്ള ഈ ചാനലിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ പ്രൊമോട്ട് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാമോ, ഇൻസ്റ്റഗ്രാം പോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമായി മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. മൂന്നാമത്തെ വരാൻ പോകുന്ന ഫീച്ചർ വാട്സപ്പ് ചാനൽസിൻ്റെ ഓണർഷിപ്പ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു വാട്സപ്പ് ചാനലിൻ്റെ ഓണറാണ്. എനിക്കൊരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അതിനകത്തുണ്ടെന്ന് വെച്ചോ. എൻ്റെ ചാനലിൻ്റെ ഓണർഷിപ്പ് എനിക്ക് വേണമെങ്കിൽ അഖിലിന് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതുലിന് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തരാൻ പറ്റും. അതിനായിട്ട് ജസ്റ്റ് ചാനൽസിൻ്റെ തൊട്ട് അടുത്ത് കിടക്കുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ഫർ ഓണർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത് വരുന്ന പരിപാടി, ചാനലിനെ നമുക്ക് പിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുപാട് ചാനൽ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനകത്ത് ഏതാണോ ഫേവറേറ്റ് ചാനൽ അതിന് നമുക്ക് പിൻ ചെയ്ത് വയ്ക്കാം. എന്തുകൊണ്ടെന്നറിയില്ല, ഞാൻ ഇതുവരെ ചാനലൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല വാട്സപ്പിനകത്ത്. ആൻഡ് അതിനകത്ത് ഒരുപാട് ആളുകളെയൊന്നും ഞാൻ അങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ടും ചെയ്തിട്ടില്ല. എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാമിലും ഞാനത് ചെയ്യുന്നില്ല, വാട്സപ്പിലും ചെയ്യുന്നില്ല. എന്തുകൊണ്ടോ എനിക്കത് എന്തോ ഇഷ്ടമാവണില്ല മൊത്തത്തിൽ. ഫൈനലായിട്ടുള്ള ഫീച്ചറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വാട്സപ്പിനകത്ത് ഒരു 3 GB 2 GB ഒരു ഫയൽ ഉണ്ടെന്ന് വെച്ചോ. ഇത് നിങ്ങൾക്ക് തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ അയച്ചു കൊടുക്കേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ വാട്സപ്പിനകത്ത് അയക്കുകയാണെങ്കിൽ ഒന്നാമത്തത് ഒരുപാട് സമയം എടുക്കും, രണ്ടാമത്തത് നെറ്റിന് സ്പീഡ് വേണം, മൂന്നാമത്തത് ക്വാളിറ്റി ലോസ് ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് നിയർ ബൈ ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോട്ടോസ് ഷെയർ ചെയ്യാൻ പറ്റും. ഫോട്ടോസ് അല്ലെങ്കിൽ ഫയലുകൾ ഷെയർ ചെയ്യാൻ പറ്റും. നമ്മുടെ പണ്ടത്തെ എക്സെൻഡറും ഷെയർ ഇട്ടും പോലെയുള്ള പരിപാടി നമ്മുടെ വാട്സപ്പിനകത്ത് വരികയാണ്. ഇത് ശരിക്കും ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഫീച്ചർ. നിങ്ങളുടെ കയ്യിലുള്ള ഫയൽസ് ഒക്കെ പെട്ടെന്ന് തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക്, നിങ്ങളുടെ കൂട്ടുകാർ അടുത്തുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൻഡ് ഇങ്ങനെയുള്ള കുറേ യൂട്ടിലിറ്റി ഫീച്ചേഴ്സ് വാട്സപ്പിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി വാട്സപ്പ് എൻഗേജിങ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയാണ് വാട്സപ്പിനകത്ത് ഇനി വരാൻ പോകുന്ന കുറേ ഫീച്ചേഴ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും. ബൈ.